ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡിൻ്റെ 12W DB ബോക്സാണ്. DB ബോക്സ് ഏതാണ് എന്നുള്ളത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, അതായത് ന്യൂട്രൽ ലിങ്കുകൾ, അതേപോലെ തന്നെ അതിൻ്റെ വില, എർത്ത് ലിങ്കുകൾ, അതിൻ്റെ ബോഡി എങ്ങനെയുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ DB ആണ്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. 12W ആണ്. 12W DB പവർ ഷെല്ലാണ് നമ്മൾ എടുത്തത്. DB ബോർഡാണ് നമ്മൾ 12W ആണ് എടുത്തേക്കുന്നത്. അതായത് ഒരു RCB, ബാക്കി MCBകൾ, അങ്ങനെ ടോട്ടൽ 12 MCBകൾ കയറാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒറ്റ ബോക്സാണ്. ഇതിൻ്റെ വില MRP ഇതിൽ കൊടുത്തേക്കുന്നത് 2470 രൂപയാണ് ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ്, അതിൻ്റെ തന്നെ കമ്പനിയുടെ മാനുഫാക്ചർ ഹാവൽസിൻ്റെയാണ്, ഹാവൽസിൻ്റെ ലിമിറ്റഡ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതേപോലെ കസ്റ്റമർ കെയർ നമ്പറും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കോൺടാക്റ്റ് ചെയ്യാനാണ്. അല്ലെന്നുണ്ടെങ്കിൽ മേടിച്ച കടയിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് പോയി മാറ്റിയെടുക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് DB ഒന്ന് തുറന്ന് നോക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അത് തന്നെ ഒരു നല്ല കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ച് വന്നേക്കുന്നത്. നല്ലൊരു ടൈപ്പ് തന്നെയാണ് സ്റ്റാൻഡേർഡിൻ്റെ. എന്തായാലും ഈ 4 സ്ക്രൂകൾ അഴിച്ച് നോക്കണം. കാരണം ഈ ഒരു ഷീറ്റ് ഇരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ ബോക്സ് വെക്കാൻ നേരത്ത് ഈ ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ ബോക്സ് വെക്കാം, അതേപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം. കാരണം തേപ്പ് നടക്കുന്ന സമയത്ത് ബോക്സിൻ്റെ അകത്ത് ചാന്തുകൾ കയറി വീണ് മൊത്തം വൃത്തികേടായിപ്പോകും. അതുപോലെ നമ്മൾ പിന്നെ MCBകളും RCBയും കയറ്റി വെക്കാൻ നേരത്ത്, അതേപോലെ വയറും കയറ്റി സെറ്റ് ചെയ്യാൻ നേരത്തെ ഇത് മുഴപ്പായിട്ട് നമ്മൾ പിന്നെ കുത്തിക്കളയാൻ നിൽക്കണം. ഇതാണെന്നുണ്ടെങ്കിൽ സേഫായിട്ടിരിക്കും. ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്ത് വരുന്നത്. പലതിൻ്റെതിലും പല രീതിയിലാണ് വരുന്നത്, കവറിങ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കവർ കോട്ടിംഗ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ക്ലിപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ഈ ടൈപ്പ് വരുന്നതുകൊണ്ട് ഒന്നോർത്താൽ ഈ ടൈപ്പ് തന്നെയാണ് ബെറ്റർ. കറക്റ്റ് അളവിൽ തന്നെയാണ് അത് വന്നേക്കുന്നത്. കറക്റ്റ് ബോക്സിനോട് ചേർന്ന് തന്നെയാണ് ഇത് ഇട്ടേക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കുകയും ചെയ്യാം സേഫായിട്ട്, അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. എന്തായാലും നല്ലൊരു കാര്യമാണ് ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. താഴ് സൈഡിൽ തന്നെ ഉണ്ടോ ഇത്രയും പൈപ്പുകൾ ഇറങ്ങാനുള്ള ഇതുണ്ട്. 2, 4, 6 അങ്ങനെ 20യും 25ൻ്റെയും പൈപ്പുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹോളുകളുണ്ട്. അതേപോലെ മുകൾ സൈഡും അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴി തന്നെ ഇറക്കാം. പൈപ്പുകൾ കൂടുതലുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് ഒന്നെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ സൈഡും അതേപോലെ ഈ സൈഡും കട്ട് ചെയ്ത് പൈപ്പുകളുടെ ആകൃതി തന്നെ നമുക്ക് കട്ടർ കൊണ്ട്, അതായത് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് പൈപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ള ഭാഗം നമുക്ക് ഇറക്കുകയും ചെയ്യാം. അതേപോലെ സൈഡ് ഏരിയയും അതേപോലെ ഇത് തന്നെയാണ്. ഇവിടെ വരുന്നത് ബോഡി എർത്തിന് വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് ബോഡി എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്, ഈ സെൽഫ് സ്ക്രൂ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അവിടെ ബോഡി എർത്ത് സെപ്പറേറ്റ് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിന് ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ ഉള്ള എർത്തിങ്ങിന് അതുപോലെ വേറെ കണക്ഷൻസിനും വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് കൊടുത്തേക്കുന്നത്. 2 സൈഡും അതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. എന്തായാലും നമ്മൾ 4 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ബാറാണ്, വൈസ് ബാറാണ്. അത് RCB ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ബാറ്, RCB അതുപോലെ MCBകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ് വരുന്നുണ്ട്. പിന്നെ മേളിൽ കാണുന്നതെല്ലാം ന്യൂട്രൽ ലിങ്കുകളാണ്. സൈഡിലുള്ളത് എർത്ത് ലിങ്കുകളാണ്. ഇതിൻ്റെ അകത്താണ് എർത്തിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ന്യൂട്രലിനും ഇവിടെ എന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം വരുന്നത് ന്യൂട്രലാണ്. അതായത് നമ്മൾ ഓരോ ബെഡ്റൂമിലോട്ടും ഹാളിലോട്ടും സിറ്റ് ഔട്ടിലോട്ടും എങ്ങോട്ടൊക്കെ നമ്മൾ ലൈൻ കൺട്രോൾ പോകണം, അതിൽ നിന്ന് വരുന്ന ന്യൂട്രലാണ് ഇതിൻ്റെ അകത്ത് ലൂപ്പ് ചെയ്യാനുള്ളത്, ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാനുള്ളത്. അതേപോലെ എർത്തുകളുമാണ് ഇതേപോലെ കൊടുത്തേക്കുന്നത്. നമ്മൾ എത്ര സർക്യൂട്ട് പോകുന്നുണ്ടോ അത്രയും സർക്യൂട്ടിനും സെപ്പറേറ്റ് എർത്ത് വരുന്നത് ഇതിൻ്റെ അകത്താണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ മെയിൻ എർത്ത്, അതായത് കോപ്പർ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണക്ട് ചെയ്യണം. അത് ഈ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പൈപ്പ് വഴി വെളിയിൽ കൊണ്ടുപോയിട്ടാണോ എടുക്കാൻ. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് MCBകളും അതേപോലെ RCBയും വെക്കാനായിട്ട് ആണ്. അപ്പം 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഇതിൽ വരുന്നുണ്ട്. അപ്പം RCB വരുമ്പോൾ 2 എണ്ണം അങ്ങ് പോകും. പിന്നെ വരുന്ന 8 MCBകളാണ്. 8 അല്ല 10 MCBകളാണ്. 10 MCBകളും ഒരു RCBയും വെക്കാനാണ്.
സർക്യൂട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഐസൊലേറ്ററും അതേപോലെ RCCB പിന്നെ MCBകളും കയറ്റി കൊടുക്കുക. നമ്മൾ എവിടെയൊക്കെ സെപ്പറേറ്റ് സർക്യൂട്ട് ഇടുന്നോ അതിൻ്റെ MCBകളാണ്, അതായത് 6 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ അല്ലെങ്കിൽ 16 ആംപിയർ 20 ആംപിയർ അങ്ങനെയുള്ള MCBകൾ സർക്യൂട്ടിനനുസരിച്ചുള്ള പവർ സർക്യൂട്ടിനനുസരിച്ചും അതേപോലെ റൂം സർക്യൂട്ടിനനുസരിച്ചുള്ള MCBകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അതേപോലെ RCCB ഇത് കണക്ട് ചെയ്യണം. RCCBയിൽ നിന്ന് MCBയിലോട്ട് കണക്ട് ചെയ്യാനാണ് ഈ ബാറ് വെച്ചേക്കുന്നത്. അതായത് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്യും. അതായത് ഇത് നേരെ ഇവിടെ RCCB വരുന്നു, RCCBൻ്റെ അടിക്കാലിൽ നിന്ന് നേരെ MCBകളോട്ട്. അപ്പം വയർ ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം വയറുകൾ ലൂപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻവെർട്ടർ ലൈൻ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇൻവെർട്ടർ ലൈൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബാർ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റും. കാരണം പവർ ലൈൻ വേറെ അതേപോലെ ഇൻവെർട്ടർ ലൈൻ വേറെ എന്നുള്ള രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബീഡിങ് കപ്പിങ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ബോർഡുമായിട്ട് ഫേസ് ടച്ച് ആകുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി തുറക്കാൻ നേരം നമ്മുടെ കൈ കൊള്ളുമോ എന്നും പേടിക്കേണ്ട. കാരണം ഇത് നല്ല ബീഡിങ് ഇട്ട് ക്യാപ്പ് ഇട്ട് വെച്ചേക്കുന്നതായതുകൊണ്ട് അത്രയും സേഫാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന സ്ക്രൂവേ ഉള്ളൂ. അതായത് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഷീറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂകളാണ് വരുന്നത്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്തായാലും ഹാവൽസിൻ്റെ നല്ല മെറ്റലാണ്, മെറ്റൽ DB ആണ് ഇത്. എന്തായാലും നല്ല ടെമ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റി ബേസ്ഡ് സാധനം തന്നെയാണ് ഹാവൽസിൻ്റെ സ്റ്റാൻഡേർഡ് എന്നുള്ള ഇത്. ഈ പിന്നെ ഉള്ളത് അതിൻ്റെ ബോർഡാണ്, അതിൻ്റെ ഫ്രണ്ട് ബോക്സ്, അതിൻ്റെ ഡോറ് ഏരിയ വരുന്നതാണ് ഇത്. ഇതാണ് ഡോറ്. അതും നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അവർ സേഫ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് തുറക്കാം. പക്ക ഫിനിഷിംഗ് ആയിട്ടുള്ള ഡോറാണ് ഇതിൻ്റെ. പറയാതിരിക്കാൻ തന്നെ വയ്യ. എന്തായാലും നല്ല രസമുണ്ട്. നേരത്തെ വരുന്ന മോഡലിനെയും കട്ടിയൊക്കെ നല്ല ഒരു ഡോറ് തന്നെയാണ് ഇത്. ഇതിൻ്റെ ലോക്ക് ഇത് തന്നെയാണ്. ഇതിൻ്റെ അകത്തോട്ട് പ്രസ് ചെയ്ത് നമ്മൾ പൊക്കി കഴിഞ്ഞാൽ ഡോറ് ഇങ്ങനെ തുറന്നെടുക്കാം. സ്റ്റാൻഡേർഡിൻ്റെ അതിൻ്റെ തന്നെ എംബ്ലവും ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, നല്ല ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഡോറ് തന്നെയാണ് ഇത്. ഇത് ആണ് നമ്മൾ MCBകളും RCCBകളും ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കവറ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ എന്തെങ്കിലും, അതായത് ഒരു MCB എന്തെങ്കിലും കുറയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡമ്മിയും ഇതിൻ്റെ കൂടെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഓരോ MCBകൾ അതേപോലെ RCCB ഐസൊലേറ്റർ വെക്കുകയാണെങ്കിൽ ഐസൊലേറ്ററും വെക്കാം. എന്തായാലും ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഡോറ് തന്നെയാണ് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സീറ്റിംഗ് ആയിട്ട് സെറ്റായിട്ടിരിക്കും. അത് പ്രത്യേക ഭംഗിയാനാണ്. ഇങ്ങനെ ഫുൾ സീറ്റിംഗ് ആയിട്ട് സെറ്റായിട്ട് ഇരിക്കും. എന്തായാലും ഒന്നുകൂടെ പറയാതിരിക്കാൻ തന്നെ വയ്യ, നല്ല ക്വാളിറ്റി നല്ല സാധനം തന്നെയാണ് ഹാവൽസിൻ്റെ ഈ സ്റ്റാൻഡേർഡ്. എന്തായാലും കുഴപ്പമില്ല. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് 12W SPN ടൈപ്പ് SPN DB. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കമ്പനിയും അതായത് ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചതിൻ്റെ ഇതിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പറും ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് 12W DB 12W ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇതാണ്. ഇത്രയേ ഉള്ളൂ. എടുക്കുകയാണെന്നെങ്കിൽ ഈ ടൈപ്പ് പുതിയ മോഡൽ ടൈപ്പ് എടുക്കണം. എന്തായാലും നല്ലൊരു ടൈപ്പ് നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ്. എന്തായാലും ഹാവൽസിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.